കെ.സി. വേണുഗോപാലിനെ പരോക്ഷമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേരളത്തിന് ആവശ്യം കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വമെന്ന് പുകഴ്ത്തൽ. കെ.സി. കേരളത്തിലേക്ക് വരണമെന്നും ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും രമ്യ ഹരിദാസും ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കളും കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്തെത്തി. മാധ്യമ വിമർശനങ്ങൾക്കെതിരെ എന്ന പേരിലാണ് നേതാക്കൾ കെ.സിക്ക് അനുകൂലമായി പോസ്റ്റ് ഇടുന്നത്. എം.ജി. പ്രതീഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. പ്രതീഷ്, കെ. സുധാകരന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ചെന്നിത്തലയെ പിന്തുണച്ചു വന്ന ആളാണ്. ഇപ്പോൾ കെ.സിയുടെ പേര് ഒപ്പമുള്ള ഒരു ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇന്നിപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് കെ. സുധാകരന്റെ പേജിൽ. അതിൽ കെ.സിയുടെ നേതൃത്വത്തിനായിട്ടുള്ള പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ് വായിച്ചെടുക്കേണ്ടത് ഇതിൽ? അശ്വതി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ അതൊരു കലഹമായി മാറിയിട്ടുണ്ട്. നേരത്തെ ഈ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാകണം എന്ന നിലപാടെടുത്തയാളാണ് കെ. സുധാകരൻ. ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിലപാട് മാറ്റം കെ. സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഈ കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് കെ. സുധാകരൻ മാറിയിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ. സുധാകരൻ കെ.സി. വേണുഗോപാലിനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയുമാണ് ചെയ്യുന്നത്. കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരണം എന്നതാണ് ഈ സാമൂഹിക മാധ്യമ പോസ്റ്റ് വഴി കെ. സുധാകരൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് പരോക്ഷമായി കൂടി കെ. സുധാകരൻ പറയുന്നുണ്ട്. കെ. കരുണാകരനെയും AK ആന്റണിയെയും ഒപ്പം ഉമ്മൻചാണ്ടിയെയും വയലാർ രവിയെയും ഒപ്പം അവരോടൊപ്പം താരതമ്യം ചെയ്തുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിനെ ഈ പോസ്റ്റ് വഴി കെ. സുധാകരൻ പിന്തുണയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും രമ്യ ഹരിദാസും ബിനു ചുള്ളിയിൽ അടക്കമുള്ള യുവജന നേതാക്കൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അത് കെ.സി. വേണുഗോപാലിനെതിരെ വലിയ മാധ്യമ വിചാരണ നടക്കുന്നു. പ്രവർത്തകർ എല്ലാവരും തന്നെ കെ.സി. വേണുഗോപാലിനൊപ്പം അണിനിരക്കും എന്നുള്ള പ്രതികരണമാണ് യുവജന ഈ സംഘടനയിലെ നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്നത്. അത്തരത്തിൽ കെ.സി. വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് ഒരു വിഭാഗം ആളുകൾ എത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുമാറ്റം കെ. സുധാകരൻ്റേത് തന്നെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്നതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. എന്തായാലും ജനവിധി ആർക്കൊപ്പം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിലുള്ള തർക്കമാണ് കോൺഗ്രസിൽ തുടരുന്നത്. അതാണ് പ്രതീക്ഷ. അത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട, അത് ഗുണം ചെയ്യില്ല എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തന്നെ നയിക്കട്ടെ എന്ന രീതിയിൽ കെ. സുധാകരൻ പോസ്റ്റ് ഇടുന്നു. അതിനെ പിന്താങ്ങി മറ്റുള്ളവർ രംഗത്തെത്തുന്നു. ഇത് എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്നതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായും. കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മാധ്യമപ്രവർത്തകർ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും അതുപോലും തള്ളാത്ത ഒരു മറുപടിയാണ് സണ്ണി ജോസഫ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, VD സതീശനായി വലിയൊരു വിഭാഗം അണിനിരക്കുന്നുണ്ട്. ഈ കെ. സുധാകരന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിന് താഴെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് മുഴുവൻ ഉള്ളത്. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്, കഠിനാധ്വാനം നടത്തിയത് VD സതീശനാണ്. 100-ന് മുകളിൽ സീറ്റുകൾ UDFന് ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ടുവന്നത് VD സതീശന്റെ കഠിനാധ്വാനമാണ് എന്നതാണ് വലിയൊരു വിഭാഗം പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിലാണ് കെ. സുധാകരന്റെ നിർണായകമായ ഒരു ചുവടുമാറ്റം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഈ കെ. സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ച ഒരാളാണ്. അന്ന് ഈ ഡൽഹി ചർച്ചകൾക്കിടെയായിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നുള്ള നിലപാട് കെ. സുധാകരൻ സ്വീകരിച്ചത്. ഈ കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് സുധാകരൻ പോകാനുള്ള ഒരു കാരണമായി തന്നെ അനുമാനിക്കപ്പെടുന്നത് അന്ന് MLA ടിക്കറ്റ് കെ. സുധാകരന് നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ അതിന് തടയിട്ടത് കെ.സി. വേണുഗോപാൽ അല്ല എന്ന ഒരു നിഗമനത്തിലാണ് കെ. സുധാകരൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് കെ. സുധാകരൻ പോയി എന്നതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. വലിയ പുകഴ്ത്തലും വാഴ്ത്തുപാട്ടുകളുമാണ് കെ.സി. വേണുഗോപാലിന് കെ. സുധാകരൻ നടത്തിയിരിക്കുന്നത്. ആ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യറും രമ്യ ഹരിദാസും ബിനു ചുള്ളിയിലും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച രംഗത്ത് വന്നിരിക്കുന്നത്.
ഓക്കെ, എം ജി പ്രതീഷ് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം അലോഷ്യസ് സേവിയർ ഉണ്ട്. കേൾക്കാമോ അലോഷ്യസ്? അലോഷ്യസ് കേൾക്കാമോ? കേൾക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഈ ചർച്ചകൾ വലിയ രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നിൽക്കുമ്പോൾ കെ സി വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു കെ സുധാകരന്റെ പോസ്റ്റ്, അതിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലൊക്കെ അങ്ങനെ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണല്ലോ പലരും ചോദിക്കുന്നത്. അല്ലെ, ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ശ്രീ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു എന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നെ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ പറ്റി തീരുമാനിക്കാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതി ഈ പാർട്ടിക്കുണ്ട്. അത് കോൺഗ്രസിന്റെ MLA-മാരെല്ലാവരും ചേർന്ന് ഹൈക്കമാൻഡ് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം പറയുന്ന തരത്തിലേക്കാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിലേക്ക് ഒരു വരുന്നത്. അപ്പോൾ നിലവിൽ ഈ ചർച്ചകളെല്ലാം പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാരും ഒരു മുഖ്യമന്ത്രി ചർച്ചകളെ പറ്റി തുടക്കം കുറിക്കുകയോ ഇന്നയാൾക്ക് മുഖ്യമന്ത്രി ആകണം എന്ന തരത്തിലേക്കൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിലവിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള ചർച്ചകളെല്ലാം നടക്കുകയാണ്. ആ ചർച്ച നടക്കുന്നതിന് ഔദ്യോഗികമായിട്ടുള്ള യാതൊരു സ്ഥിരീകരണമോ മറ്റൊന്നുമില്ല. അപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ മഹാരാജ്യത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ നേതൃത്വത്തിനോ മറ്റ് ആളുകൾക്ക് ആർക്കും ഒരു അവ്യക്തതയില്ല. എത്തരത്തിലായിരിക്കണം ഈ പാർട്ടിയിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ പറ്റി. സ്വാഭാവികമായിട്ടും മാധ്യമ അജണ്ടയായി മാത്രമേ ഇതിനെ നോക്കിക്കാണാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അലോഷ്യസ്, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു കുറച്ച് അല്പസമയം മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന ചർച്ചയിൽ അനാവശ്യമായി കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറിയും മുൻ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ KC വേണുഗോപാലിനെ പറ്റി അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ, അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ യാതൊരു രീതിയിലേക്കുള്ള സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത രീതിയിലേക്കുള്ള വിമർശനങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ അതാണ് പറഞ്ഞത്. അതിലൊരു വരിയുണ്ടല്ലോ, KC നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, നിസ്വാർത്ഥമായ അങ്ങയുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടാകും. അത് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ആകുമ്പോൾ അതിൽ നിന്ന് ഒരിക്കലുമല്ല. ഞാൻ സ്വാഭാവികമായി ശ്രീ കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ എന്ന് നോക്കിയതിന് മുൻപോ ശേഷമല്ല എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഇന്നലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്ന ചർച്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിലാണ് ഞാൻ അത്തരത്തിലേക്കുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയത്. ആ കുറിപ്പിന്റെ തുടക്കം മുതൽ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൽ അർത്ഥമാക്കുന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ അനാവശ്യമായിട്ട് വേട്ടയാടുമ്പോൾ അത് പ്രതിരോധിക്കേണ്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ അത്തരത്തിലേക്കുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത്. കോൺഗ്രസ് നേതാക്കന്മാരെ ആരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വിചാരണകൾ നടത്തേണ്ടുന്ന ആവശ്യമില്ല. ഈ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ 4 നേതാക്കന്മാർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് 4 കസേര വലിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളെ പറ്റി ഒരു തീരുമാനമെടുക്കാം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പാർട്ടിയിൽ ഔദ്യോഗികമായി യാതൊരു ചർച്ചകളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വ്യക്തമാണ്. ശ്രീ അലോഷ്യസ്, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ആ പോസ്റ്റുമായി ഇതിന് ബന്ധമില്ല എന്നാണ് അലോഷ്യസ് ഇവർ പറഞ്ഞു വെക്കുന്നത്.